നമസ്കാരം. ഓസ്ട്രേലിയയിൽ വീട് പണിയാൻ പോകുന്ന മലയാളികളുടെ ശ്രദ്ധയ്ക്ക് എന്നും പറഞ്ഞിട്ട് നമ്മളൊരു എപ്പിസോഡ് ചെയ്തിരുന്നത്. അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ എപ്പിസോഡാണിത്. ഇത് കണ്ടോ, നമ്മുടെ ഈ ബാക്കിൽ കാണുന്ന ഈ ലാൻഡ്സ്കേപ്പ് കണ്ടോ? ഇതുപോലെ നല്ല മനോഹരമായിട്ട് പുല്ലൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുള്ള ലാൻഡ്സ്കേപ്പുകൾ ഓസ്ട്രേലിയയിലെ എല്ലാ വീടിൻ്റെയും ഫ്രണ്ടിൽ കാണാം. അത് ആക്ച്വലി ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ വീടെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ താമസിക്കുന്ന ആ എസ്റ്റേറ്റിൻ്റെയും അതുപോലെ തന്നെ കൗൺസിലിൻ്റെയും ഒരു റൂളാണ് നമ്മൾ വീടിൻ്റെ ലാൻഡ്സ്കേപ്പ് മനോഹരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. ഇൻ കേസ് നമ്മൾ പുല്ലൊക്കെ വെട്ടാതെ കുറേ നാൾ അലമ്പായിട്ട് കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നോട്ടീസ് വരും, കൗൺസിലിൽ നിന്ന് ഫൈൻ വരും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അതൊന്നുമല്ല, നമുക്ക് ഈ വീട് പണിയുമ്പോൾ നമുക്ക് ബിൽഡേഴ്സിൻ്റെ ഹെൽപ്പ് ഇല്ലാതെ തന്നെ ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ് ഈ ലാൻഡ്സ്കേപ്പിങ്. നമുക്ക് ഈ ഡേറ്റ് ചീപ്പ് പോലുള്ള ഷോപ്സിൽ പോയിട്ട് നമുക്ക് മഡ് ഇതിന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സോയിൽ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. അവരുടെ ടിപ്പറിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് സോയിൽ കൊണ്ടുവന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടി തരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഗ്രാസ് നമ്മൾ ആക്ച്വലി അതിൻ്റെ ഒരു സ്ക്വയർ ഫീറ്റ് കണക്കിന് അതിൻ്റെ ഓരോ ലെയറായിട്ട് ഗ്രാസ് ഓൾറെഡി വളർത്തിയ ഗ്രാസ് അവർ നമുക്ക് ബണ്ണിങ്സ് പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് മേടിക്കാൻ പറ്റും. അത് മേടിച്ചുകൊണ്ട് വന്നിട്ട് നമ്മൾ ഈ ലാൻഡ് നമുക്ക് എങ്ങനെ ഏത് ഷേപ്പിൽ നമുക്ക് ലാൻഡ്സ്കേപ്പ് വേണോ ആ ഷേപ്പിലാക്കിയിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ഈ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്ത ഒരു വീഡിയോ കാണിച്ചു. ഇത് ഇങ്ങനെ ഒരു വാഹനം ഉണ്ടെങ്കിൽ സോയിൽ നിരത്താൻ വേണ്ടിയിട്ട് ഭയങ്കര ഉപകാരമായിരിക്കും. ഒരു കുഞ്ഞ് JCBയുടെ പണി ഇവനെടുത്തോളും. ഇത് നമുക്ക് റെൻറ്റിന് എടുക്കാൻ കിട്ടും. എന്താണ് ഇപ്പോൾ പരിപാടി? നമ്മൾ ഓസ്ട്രേലിയയിൽ ജീവിക്കുന്ന സമയത്ത് സ്വന്തമായിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരം കിട്ടും. അതുപോലെ ഒരു അവസരമാണ് പുള്ളിയുടെ നമ്മുടെ ഫ്രണ്ടാണ്. അപ്പൊ പുള്ളിയുടെ വീട് പണി കഴിഞ്ഞിട്ട് ഇവിടെ പുല്ല് വിരിക്കാൻ പോകാം, ടർഫ്. ഓക്കെ. അപ്പൊ അതിന് മുന്നായിട്ട് നമ്മൾ ടോപ്പ് സോയിൽ ഇടണം. ആ സോയില് നമ്മൾ നിരത്താണ്. അപ്പൊ നമ്മൾ ഇത് ഓടിക്കുന്നത് എന്നുള്ളൊരു വീഡിയോ ആണ് കാണിക്കുന്നത്. ഇത് ആക്ച്വലി വളരെ ഈസിയാണ്. ഇത് ഒരു ജോയ്സ്റ്റിക് ഉണ്ട്, ഫ്രണ്ട് ബാക്ക് ലെഫ്റ്റ് റൈറ്റ് ഒക്കെ. അതുപോലെ തന്നെ അതിന്റെ ബക്കറ്റ് അപ്പ് ഡൗൺ ചെയ്യാനും അത് ഓപ്പൺ ചെയ്യാനായിട്ടുള്ള. സ്റ്റാർട്ട് ചെയ്ത ശബ്ദം കേൾക്കാൻ പറ്റത്തില്ല. ഇതിന് ലൈസൻസ് വേണോ? ലൈസൻസ് വേണ്ട. അതാണ് ഇതിനകത്തുള്ള ഏറ്റവും നല്ല ഗുണം. നമുക്ക് ആവശ്യത്തിനെടുത്ത് ഉപയോഗിക്കാം. നമ്മളിത് ഹയർ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ കൂടെയുള്ള ട്രെയിലറും കൂടെ നമുക്ക് അവർ തരും. ട്രെയിലർ ഉൾപ്പെടെയാണ് അവർ നമുക്ക് തരുന്നത്. അപ്പോൾ ഇത് നമ്മുടെ വണ്ടിയുടെ ടോബാറിൽ കണക്ട് ചെയ്യണം. മിനിമം 2500 കിലോ വെയിറ്റ് വലിക്കുന്ന ടോബാർ കണക്റ്റ് ആവുള്ളൂ. ഇതതിൻ്റെ ഇലക്ട്രിക്കൽ കണക്ഷനാണ്, ലൈറ്റ്, ബ്രേക്ക് ലൈറ്റും ഇൻഡിക്കേറ്ററിനും വേണ്ടി. അതുപോലെ ഇതിന് അഡീഷണൽ ആയിട്ടൊരു ബ്രേക്ക് സിസ്റ്റം ഉണ്ട്. നമുക്ക് പെട്ടെന്ന് എമർജൻസി ആയിട്ട് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അത് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് സീറ്റിലേക്ക് നമ്മൾ ജസ്റ്റ് വെക്കും. അപ്പോൾ നമുക്ക് അത്യാവശ്യത്തിന് അത് ഉപയോഗിക്കാം. അങ്ങനെ നമ്മൾ ആ വണ്ടി അവിടെ നിന്ന് എടുത്തു. അങ്ങനെ സുനിലേട്ടൻ്റെ വീട്ടിലേക്ക് എത്തി ദൂരമില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ അവിടെ എത്തി നമ്മൾ പാർക്ക് ചെയ്ത്. പാർക്കിംഗ് ചലഞ്ചല്ലായിരുന്നു, പക്ഷേ വണ്ടി അതിനകത്തുനിന്ന് താഴോട്ട് ഇറക്കാൻ നമുക്ക് കുറച്ച് ചലഞ്ചിങ് ആയിരുന്നു. കാരണം ഇതിൻ്റെ റാമ്പ് നമ്മൾ ഉദ്ദേശിച്ച പോലെ ചെറിയ റാമ്പാണ്. എന്നാലും നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് സസ്പെൻഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര ജർക്കിങ് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ഫുൾ ടൈം ഒരു കൈ നമ്മളതിൽ ഹാൻഡിൽ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ വണ്ടി ഓടിക്കാനായിട്ട്. അങ്ങനെ അവിടെ എത്തി നമ്മളിനി ഫില്ലിങ് ആരംഭിക്കുകയാണ്. നമ്മുടെ ഫുൾ സോയിൽ നിരത്തി നമുക്ക് 3 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ 7 മണിയായി. ഏകദേശം 4 മണിക്കൂർ എടുത്തു. ഇതാണ് ടർഫ് എന്ന് പറഞ്ഞാൽ ഇത് ആക്ച്വലി പുല്ല് അവരുടെ സൈറ്റിൽ നിന്ന് കട്ട് ചെയ്തിട്ട് റോളാക്കിയിട്ട് നമുക്ക് കൊണ്ടുതരും. നമ്മളത് ജസ്റ്റ് നമ്മുടെ ടോപ്പ് സോയിലിൻ്റെ മുകളിൽ പിരിച്ചു കഴിഞ്ഞാൽ അത് ഈസി ആയിട്ട് പിടിക്കും. വളരെ ഈസിയാണ്. 1 മീറ്റർ ലെങ്ത്തും 600 വൈഡും ആയിരിക്കും മിനിമം ഉണ്ടാവുക. അത് നമ്മുടെ ഡിഫറെൻറ്റ് സൈസിൽ നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അവർ അതിനനുസരിച്ചിട്ട് ഡെലിവറി ചെയ്യും. അങ്ങനെ നമ്മളത് വിരിക്കൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.
ഏകദേശം കുറച്ച് സമയം എടുക്കും അത് ചെയ്ത് തീരാനായിട്ട്. അതിനൊപ്പം നമ്മൾ തന്നെ നന്നായിട്ട് നനയ്ക്കണം. അപ്പോൾ വിരിച്ച് കഴിഞ്ഞിട്ടുള്ള ഫുൾ അപ്ഡേഷൻ വീഡിയോ കമൻറ്റ് ബോക്സിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും.